സ്വാതി, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സംയമനം അത് ബലഹീനതയായി കണ്ട പാകിസ്ഥാൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യമാണ്. അപ്രതീക്ഷിതമായ അടികളാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 50ഓളം ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യക്ക് നേരെ അയച്ചപ്പോൾ അതിശക്തമായ പ്രതിരോധ സംവിധാനത്തിലൂടെ അവയെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരുടെ പ്രധാന നഗരങ്ങളായ കറാച്ചി, ലാഹോർ, അതുപോലെ തന്നെ ഇസ്ലാമാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ത്യൻ മിസൈലുകൾ പറന്നു ചെല്ലുന്ന കാഴ്ചയും നിസ്സഹായരായി അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. പാക് പ്രധാനമന്ത്രിയുടെ വീടിന് സമീപം വരെ ഇന്ത്യൻ മിസൈലുകൾ ചെന്നു എന്നാണ് വിവരങ്ങൾ. സ്വാതി, ഷമി, ഏകദേശം ഇന്നലെ 8 മണിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള തുടരെയുള്ള മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണങ്ങളും ഒക്കെയാണ് ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ളത്. എന്നാൽ ആ ഡ്രോൺ ആക്രമണങ്ങളെയെല്ലാം തന്നെയും വിജയകരമായി പരാജയപ്പെടുത്തുന്നതിനുള്ള നീക്കം ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളെയൊക്കെയും പൊടുന്നനെ നശിപ്പിക്കുവാനും ആ ഡ്രോണുകൾ ഏകദേശം 50ഓളം ഡ്രോണുകൾ തകർക്കുന്നതിനുള്ള നീക്കങ്ങളടക്കം ഇന്ത്യയും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ കനത്ത പ്രഹരങ്ങൾ തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് നടത്തുന്നത്. ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലും ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇന്ത്യയുടെ വ്യോമ താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് എന്നുള്ളതും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടതാണ്. കാരണം പാകിസ്ഥാന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ തികച്ചും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലെ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് പാകിസ്ഥാൻ പിന്തുടരുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ആക്രമണം നടത്തുന്നു. സംയുക്തമായി തന്നെ സേനകൾ തിരിഞ്ഞുകൊണ്ട് സംയുക്തമായി ആക്രമണം നടത്തുകയും മിസൈലുകളെ എല്ലാം, പോർവിമാനങ്ങളെ അടക്കം നശിപ്പിക്കുന്ന തരത്തിലേക്ക്, തകർത്തെറിയുന്ന തരത്തിലേക്കുള്ള നടപടികൾ ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത്. അതോടൊപ്പം നിരവധിയായിട്ടുള്ള പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തുടരെയുള്ള മിസൈൽ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇസ്ലാമാബാദ്, കറാച്ചി ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഈ ഒരു ഘട്ടത്തിൽ നോക്കിക്കാണുവാനുള്ളത്. അതോടൊപ്പം തന്നെയും കനത്ത ജാഗ്രതയിലേക്ക് രാജ്യം മുഴുവൻ പോകുന്നു. അതിർത്തി പ്രദേശങ്ങൾ, അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, പഞ്ചാബ്, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾ കനത്ത ജാഗ്രതയിലേക്ക് പോകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ച് ഇട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൈറൺ മുഴക്കിക്കൊണ്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന സൈറൺ മുഴക്കുകയും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ആളുകളൊന്നും പരിഭ്രാന്തരാകണ്ട എന്ന് കൃത്യമായി സൈന്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിഭ്രാന്തരാകേണ്ട സാഹചര്യമല്ല, മറിച്ച് സൈന്യം ഇതിനെല്ലാം നേരിടാൻ വേണ്ടി സജ്ജമാണ്. നിങ്ങൾ അകത്ത് സുരക്ഷിതമായി ഉറങ്ങിക്കൊള്ളൂ, ആരും പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ തന്നെ ഇരിക്കണമെന്ന കൃത്യമായ നിർദ്ദേശമാണ് ഇന്ത്യയുടെ സായുധ വിഭാഗം നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഇവയെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നു. റഡാർ സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിരീക്ഷണങ്ങളെല്ലാം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെയും ഇതിനെയൊക്കെയും കൃത്യമായി നിരീക്ഷിക്കുവാനും ആശയവിനിമയം നടത്തുവാനും പ്രതിരോധ വിഭാഗങ്ങൾ, പ്രതിരോധ മന്ത്രാലയം, അതോടൊപ്പം മറ്റ് സൈനിക മേധാവികളൊക്കെയുമായി കൃത്യമായുള്ള കൂടിക്കാഴ്ചകളും ആശയവിനിമയവും നടത്തുന്നുണ്ട്. ഏത് തരത്തിൽ നടപടികൾ ശക്തമാക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യൻ മിസൈലുകൾ പായുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് ഏകദേശം 20 കിലോമീറ്ററിനുള്ളിൽ തന്നെ മിസൈൽ ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ സൈനിക നടപടികൾ പോയിട്ടുണ്ട്. അതോടൊപ്പം വലിയ ആഭ്യന്തര കലാപം പാകിസ്ഥാനിൽ തന്നെ ഉടലെടുക്കുന്ന സാഹചര്യം തന്നെയാണ്. സൈനിക മേധാവിയെ മാറ്റിക്കൊണ്ടുള്ള നീക്കം, പ്രധാനമന്ത്രിയെ വസതിയിൽ നിന്നും മറ്റ് സംരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നു ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സൈന്യം നീങ്ങുകയാണ്. അതേസമയം തന്നെ പുലർച്ചെയും ഉറി ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിൽ, പൂഞ്ച് ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിലേക്കുള്ള ആക്രമണം, പ്രകോപനം തുടരുകയാണ്. ഈ ഘട്ടത്തിലും ഇന്ത്യ ആവർത്തിക്കുന്നത് ഒന്ന് മാത്രമാണ്. ഈ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടിക്കുന്നത്. അല്ലാതെ ഇന്ത്യ മനഃപൂർവ്വമായൊരു പ്രകോപനം ഒരിക്കലും നടത്തത്തില്ല. UN അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള സാഹചര്യമുണ്ട്. UN പ്രത്യേകം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും സംയമനത്തോടെ മുന്നോട്ട് പോകേണ്ട ഘട്ടമാണ്. സംഘർഷങ്ങൾ പരമാവധി
ഒഴിവാക്കുക, ഒരു സമാധാന ചർച്ച ഉണ്ടാവുക എന്ന് UN അടക്കം ആഹ്വാനം ചെയ്യുമ്പോൾ അതിനെയൊക്കെയും കണക്കിലെടുത്ത് സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം പാക് പ്രകോപനങ്ങൾ തുടരെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനം എന്ന നിലയിലാണ് ഈ തിരിച്ചടികൾ ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് സൈനിക കേന്ദ്രങ്ങൾ, പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തേണ്ടി വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ, ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ, അതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് ഇന്ത്യയുടെ കടമയാണ്. അത്തരത്തിൽ ഒരു കടമ മാത്രമാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്.